നമസ്കാരം. സിംപ്ലിഫൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ വരുന്ന ഓരോ സിറ്റുവേഷൻസ് എന്താണെന്നുള്ളൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യും. അതെങ്ങനെയാണ് ഒരു 5 സ്റ്റെപ്സിൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു പോകുന്ന ഒരു പ്രോഗ്രാമാണ് സിംപ്ലിഫൈ. നമ്മളൊരു നല്ല ലീഡർ ആവുന്നവരെ നമ്മളുടെ ഫോക്കസ് എപ്പോഴും നമ്മളുടെ സക്സസ്സിലായിരിക്കും. എന്നാൽ ഒരു നല്ല ലീഡറായി കഴിഞ്ഞാലോ പിന്നെ നമ്മുടെ ഫോക്കസ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ സക്സസ്സിലായിരിക്കണം. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഏതോ ഒരു മഹാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ടീമിലും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും എങ്ങനെയാണ് നമ്മളൊരു നല്ല ലീഡർ ആവുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എപ്പോഴും നമ്മളൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്തുകൊണ്ട് വേണം ഒരു ലീഡർ ആവാൻ. നമ്മൾ എന്താണോ നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ അടുത്ത് പറയുന്നത് അത് തന്നെ നമ്മളും പ്രവർത്തിക്കണം. നമ്മൾ ഒരു കാര്യം അവരുടെ അടുത്ത് പറഞ്ഞത് നമ്മൾ വേറെ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ആരും നമ്മളെ കണ്ട് ഫോളോ ചെയ്യില്ല. സോ ദ ടിപ്പ് നമ്പർ 1 is be a good leader by setting an example. നമ്മളെപ്പോഴും ഒരു ടീമിനെ ലീഡ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്ട്രെങ്ത്തും നമ്മളുടെ വീക്ക്നെസ്സും അതുപോലെ നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ ഓരോരുത്തരുടെ സ്ട്രെങ്ത്തും ഓരോരുത്തരുടെ വീക്ക്നെസ്സും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ അവരുടെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ടിപ്പ് നമ്പർ 2 is understanding your team members and their strength and their weakness. നമ്മൾ നന്നായിട്ട് നമ്മുടെ ടീമിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അവർക്ക് എത്ര പ്രഷർ കൊടുത്താൽ വർക്ക് ചെയ്യാൻ പറ്റും, എത്ര പ്രഷർ ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർ അങ്ങനെയാണല്ലേ, അവർക്ക് പ്രഷർ കൊടുക്കുമ്പോഴാണ് അവർ വർക്ക് ചെയ്യുന്നത്. ചില ആൾക്കാർ സ്വന്തമായിട്ട് അറിഞ്ഞ് വർക്ക് ചെയ്തോളും. അപ്പോൾ അത് അവരുടെ ഒരു സ്ട്രെങ്ത്തും അവരുടെ ഒരു വീക്ക്നെസ്സും ഒരു ടീം ലീഡർ എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അവരെ നന്നായിട്ട് ഗൈഡ് ചെയ്യാനും അവരുടെ മാക്സിമം പൊട്ടൻഷ്യലിൽ കൊണ്ടെത്തിക്കാനും സാധിക്കുകയുള്ളൂ. നമ്മൾ എത്ര വലിയ ലീഡർ ആയാലും നമ്മൾ ആദ്യം ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിരിക്കണം. അതിനുശേഷമാണ് നമ്മൾ നല്ലൊരു പ്രൊഫഷണൽ ആവേണ്ടത്. നമ്മൾ നല്ലൊരു പ്രൊഫഷണൽ ആയാൽ മാത്രമേ നമുക്ക് നല്ലൊരു ലീഡർ ആവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഹിയർ കംസ് അവർ ടിപ്പ് നമ്പർ 3, ലീഡ് വിത്ത് എംപതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ അവരുടെ വിഷമങ്ങളും അവരുടെ സന്തോഷങ്ങളും മനസ്സിലാക്കി വേണം നമ്മൾ അവരെ ലീഡ് ചെയ്യാൻ. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മളത് പേഷ്യൻ്റായിട്ട് കേൾക്കണം. എന്ന് പറഞ്ഞ് വെറുതെ ഉഴപ്പാനായിട്ട് ഒരു എക്സ്ക്യൂസ് പറയുകയാണെങ്കിൽ അത് കേട്ടിരിക്കേണ്ട കാര്യമില്ല കേട്ടോ. നല്ലൊരു ടീം ലീഡറിൻ്റെ നല്ലൊരു ലീഡറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവർ നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും, അവർ അഡാപ്റ്റബിൾ ആയിരിക്കും. സോ ദിസ് ഇസ് ടിപ്പ് നമ്പർ 4, ബി ഫ്ലെക്സിബിൾ ആൻഡ് ബി അഡാപ്റ്റീവ്. നമ്മളുടെ വിശ്വാസങ്ങളും നമ്മളുടെ ഇഷ്ടങ്ങളും മാത്രമല്ല ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, മറ്റുള്ള ആൾക്കാരുടെ വിശ്വാസങ്ങളും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും അവർ തരുന്ന സജഷൻസും എല്ലാം നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മൈൻഡ് വെച്ച് വേണം അപ്രോച്ച് ചെയ്യാൻ. അതുപോലെ തന്നെ നമുക്ക് ഏതാണോ ഒരു നല്ല സജഷൻ വരുന്നത് അത് അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയും നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഫ്ലെക്സിബിൾ ആൻഡ് അഡാപ്റ്റീവ് ആയൊരു ലീഡറാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ടീമും നല്ല രീതിയിൽ വളരും. നമ്മൾ ഫ്ലെക്സിബിളും അഡാപ്റ്റബിളും ഒക്കെ ആവണമെന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വി ഷുഡ് ബി ഓപ്പൺ ടു സജഷൻസ്. സോ വി ഷുഡ് ബി റീച്ചബിൾ, അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ലീഡർ ആയിരിക്കണം. ഞാനൊരു ലീഡറാണെന്ന് പറഞ്ഞ് ഭയങ്കര ഒരു മസിൽ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടീം മെമ്പേഴ്സിന് ഒരിക്കലും നമ്മളുടെ അടുത്ത് വന്ന് അവരുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരുടെ സജഷൻസോ പറയാൻ പറ്റില്ല. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ് is being open to suggestions and open to communications. Be open to your team and team members. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഐഡിയ വരുമ്പോൾ ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് വരുമ്പോൾ അവർ നമ്മളെ അറിയിക്കും. ഇല്ലെങ്കിൽ നമ്മൾ സൈഡ് ലൈനായി പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ടീമിനെ മനസ്സിലാക്കാനോ അവരുടെ ഒരു പ്രൊഡക്ടിവിറ്റിയിലോട്ട് മാക്സിമം കൊണ്ടെത്തിക്കാനോ നമുക്ക് സാധിക്കില്ല. സോ ടു ബിക്കം എ ഗുഡ് ലീഡർ യു ഹാവ് ടു ബി ഓപ്പൺ. ഈ പറഞ്ഞ ടിപ്പെല്ലാം നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ തീർച്ചയായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നല്ല സക്സസ്ഫുൾ ആയതിനു ശേഷം അവർ നല്ല ലീഡേഴ്സ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നിങ്ങൾക്കൊപ്പം സിന്ധു നന്ദകുമാർ, കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ആത്മസൂത്ര മൈൻഡ് കെയർ. താങ്ക് യു.